നമസ്കാരം. ഇന്ന് നമ്മൾ ചരിത്രത്തിന്റെ നിഗൂഢതകളിലേക്ക്, ഒരുപക്ഷെ ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളിലേക്ക് ഒരു യാത്ര പോകാൻ ഒരുങ്ങുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ജയിൽ എന്നറിയപ്പെട്ടിരുന്ന ഭീകര കുറ്റവാളികളുടെ അന്തിമ തടവറയായിരുന്ന അൽകാട്രാസ്. ഒരു രാത്രിയുടെ മറവിൽ അവിടത്തെ 3 തടവുകാർ അപ്രത്യക്ഷരായി. 1962 ഈ സംഭവം നടന്നത്. എന്നാൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും കാലം ഉത്തരം പറയാത്ത ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ ഒരു കുഞ്ഞു പാറക്കെട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ദുർഗമായിരുന്നു അൽകാട്രാസ്. ചുറ്റും കലമ്പുന്ന കടൽ ചുഴികളും ശക്തമായ ഒഴുക്കും ആഞ്ഞടിക്കുന്ന കൂറ്റൻ തിരമാലകളും എല്ലാം ചേർന്ന് ഈ ദ്വീപിനെ പ്രകൃതിദത്തമായ ഒരു കോട്ടയാക്കി മാറ്റി. ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമെന്ന് ലോകം വിശ്വസിച്ചു. അമേരിക്ക കണ്ട ഏറ്റവും വലിയ കുറ്റവാളികളായ അൽഫോൺസ് ക്യാപ്പോൺ മുതൽ മെഷീൻ ഗൺ കെല്ലി വരെയുള്ളവരുടെ അന്തിമ തടവറയായിരുന്നു അൽകാട്രാസ്. ആരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു അതിന്റെ പെരുമ. എന്നാൽ ഈ അസാധ്യമായ കോട്ടയുടെ മതിലുകൾ പോലും വിശ്വസിച്ച അതിന്റെ പ്രതിച്ഛായയ്ക്ക് ഒരു ദിവസം വലിയൊരു വെല്ലുവിളി നേരിട്ടു. ഈ അവിശ്വസനീയമായ പദ്ധതിക്ക് പിന്നിൽ 3 പേരുകളുണ്ടായിരുന്നു: ഫ്രാങ്ക് മോറിസ്, ജോൺ ആൻഗ്ലിൻ, ക്ലാരൻസ് ആൻഗ്ലിൻ. ഇതിൽ ഫ്രാങ്ക് മോറിസ് ആയിരുന്നു ഈ പദ്ധതിയുടെ ബുദ്ധികേന്ദ്രം. IQ പരിശോധനയിൽ 133 മാർക്ക് നേടിയ അതീവ ബുദ്ധിശാലിയായ മോറിസിന് പല ജയിലുകളിൽ നിന്നും രക്ഷപ്പെട്ട മുൻപരിചയമുണ്ടായിരുന്നു. തെരുവുകളിൽ വളർന്ന അവന്റെ അതിജീവനത്തിനുള്ള കഴിവ് ഏതൊരു പ്രതിസന്ധിയിലും ഒരു വഴി കണ്ടെത്താൻ അവനെ പ്രാപ്തനാക്കിയിരുന്നു. സഹോദരങ്ങളായ ജോൺ ആൻഗ്ലിനും ക്ലാരൻസ് ആൻഗ്ലിനും ധൈര്യശാലികളും സാഹസികരുമായിരുന്നു. ചെറുപ്പം മുതൽ കടലിൽ മീൻ പിടിച്ചുള്ള അവരുടെ പരിചയം ഈ രക്ഷപ്പെടൽ പദ്ധതിയിൽ ഒരുപക്ഷെ നിർണായകമായി മാറിയിരിക്കാം. ഈ 3 പേരുടെയും വിചിത്രമായ കൂട്ടുകെട്ടാണ് അൽകാട്രാസിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചത്. ഒരു സിനിമയെ വെല്ലുന്ന ആസൂത്രണം ഇതൊരു ഒറ്റരാത്രി കൊണ്ട് നടന്ന രക്ഷപ്പെടലായിരുന്നില്ല, മറിച്ച് 1 വർഷത്തോളം നീണ്ട അതിസൂക്ഷ്മമായ ആസൂത്രണമായിരുന്നു ഇതിനു പിന്നിൽ. തങ്ങളുടെ സെല്ലുകളുടെ പിന്നിലുള്ള വെന്റിലേഷൻ ഷാഫ്റ്റുകളിലേക്ക് പ്രവേശനം നേടുക എന്നതായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. സാധാരണ സ്പൂണുകളും കത്തികളും നാണയങ്ങളും ഉപയോഗിച്ച് അവർ ചുമരുകൾ പതിയെ തുരന്നു. ശബ്ദം പുറത്തറിയാതിരിക്കാൻ ജയിലിൽ മുഴങ്ങിക്കേട്ടിരുന്ന സംഗീതവും മറ്റ് ശബ്ദങ്ങളും അവർ തങ്ങൾക്ക് മറയാക്കി. തുരന്നുണ്ടാക്കിയ മണ്ണും കല്ലുകളും ജയിലിന്റെ ടോയ്ലറ്റിൽ ഒഴുക്കിവിടുകയോ തടവറയിലെ കിടക്കക്കടിയിൽ ഒളിപ്പിക്കുകയോ ചെയ്തു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കാവൽക്കാരെ കബളിപ്പിക്കാൻ അവർ കണ്ടെത്തിയ വഴിയായിരുന്നു. തങ്ങളുടെ കിടക്കയിൽ തലയിണകൾ വെച്ച് അതിനു മുകളിൽ പ്ലാസ്റ്റിക് കവറുകളും തങ്ങളുടെ സ്വന്തം മുടി പോലും ഉപയോഗിച്ച് അവർ മനുഷ്യന്റെ തലയുടെ രൂപത്തിലുള്ള വ്യാജ തലകൾ ഉണ്ടാക്കിവെച്ചു. രാത്രിയിൽ കാവൽക്കാർ ടോർച്ചടിച്ചു നോക്കുമ്പോൾ തടവുകാർ സമാധാനമായി ഉറങ്ങുകയാണെന്ന് അവർ വിശ്വസിച്ചു. 1962 ജൂൺ 11 രാത്രി അപ്രതീക്ഷിതമായി അൽകാട്രാസിൽ വൈദ്യുതി തടസ്സം നേരിട്ടത് അവർക്കൊരു അനുഗ്രഹമായി. 3 പേരും തങ്ങളുടെ സെല്ലുകൾ തുരന്ന് യൂട്ടിലിറ്റി ഇടനാഴി വഴി മുകളിലെത്തി. അവിടെ നിന്ന് റൂഫ് വഴി അവർ ജയിലിന്റെ പുറത്തേക്കെത്തി. അവിടേക്കുള്ള യാത്ര പോലും മരണത്തെ മുഖാമുഖം കണ്ടുള്ളതായിരുന്നു. കടലിന്റെ തണുപ്പും ശക്തമായ ഒഴുക്കും കൂറ്റൻ തിരമാലകളും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മാസങ്ങളായി അവർ ജയിലിൽ നിന്ന് ശേഖരിച്ച മഴക്കോട്ടുകൾ, റബ്ബർ ബാൻഡുകൾ, മറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഒരു താൽക്കാലിക ലൈഫ് റാഫ്റ്റ് നിർമ്മിച്ചിരുന്നു. റൂഫിൽ നിന്ന് പൈപ്പിലൂടെ താഴെ ഇറങ്ങി അവർ കടൽ തീരത്തെത്തി. അവിടെ വെച്ച് റാഫ്റ്റ് ഒരുമിച്ച് കൂട്ടി അതിൽ കയറി ഇരുട്ടിന്റെ മറവിൽ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലേക്ക് തുഴഞ്ഞു നീങ്ങി. അൽകാട്രാസിന്റെ മതിലുകൾക്കുള്ളിൽ ജീവിക്കുന്നതിലും നല്ലത് മരണമാണെന്ന് അവർ വിശ്വസിച്ചിരിക്കാം. പിറ്റേന്ന് രാവിലെയാണ് രക്ഷപ്പെടൽ അറിഞ്ഞത്. ജയിൽ അധികൃതരും FBI-യും ഞെട്ടിപ്പോയി. അൽകാട്രാസ് ജയിലിന്റെ രക്ഷപ്പെടാൻ സാധിക്കാത്ത എന്ന ഖ്യാതിക്ക് അത് വലിയൊരു വെല്ലുവിളിയായി. ലോകം അൽകാട്രാസിന്റെ പരാജയത്തെക്കുറിച്ച് സംസാരിച്ചു. വലിയ രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചു. ഹെലികോപ്റ്ററുകൾ, ബോട്ടുകൾ, മുങ്ങൽ വിദഗ്ധർ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ ഓരോ ഭാഗവും അരിച്ചുപെറുക്കി. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ അവർക്കൊരു തുഴയും ഒരു താൽക്കാലിക ലൈഫ് റാഫ്റ്റിന്റെ ഭാഗങ്ങളും ചില പേഴ്സണൽ സാധനങ്ങളും കണ്ടെത്താൻ സാധിച്ചു. എന്നാൽ ഫ്രാങ്ക് മോറിസിന്റെയോ ആൻഗ്ലിൻ സഹോദരങ്ങളുടെയോ മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ല. FBI-യുടെ ഔദ്യോഗിക നിഗമനം അവർ തണുത്ത വെള്ളത്തിൽ മുങ്ങിമരിച്ചുവെന്നാണ്. എന്നാൽ മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ല എന്നത് ഈ കേസിനെ ഒരു വലിയ ദുരൂഹതയാക്കി മാറ്റി. അവർ രക്ഷപ്പെട്ടോ അതോ കടലിന്റെ ആഴങ്ങളിൽ മാഞ്ഞുപോയോ? ഈ ചോദ്യം പതിറ്റാണ്ടുകളോളം ഉത്തരമില്ലാതെ കിടന്നു. പിന്നീട് 2013 FBI-ക്ക് അജ്ഞാതമായ ഒരു കത്ത് ലഭിച്ചു. ആ കത്ത് ജോൺ ആൻഗ്ലിൻ അയച്ചതാണെന്ന് അവകാശപ്പെട്ടു. എന്റെ പേര് ജോൺ ആൻഗ്ലിൻ. 1962 ഞാൻ ഫ്രാങ്ക് മോറിസും എന്റെ സഹോദരൻ ക്ലാരൻസുമായി അൽകാട്രാസിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ?
എന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. ഈ കത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ കത്തയച്ചയാൾ ആൻഗൻ തന്നെയാണോ അതോ ഒരു തട്ടിപ്പാണോ എന്ന് FBI-ക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇത് ഈ ദുരൂഹതയെ ഇന്നും നിലനിർത്തുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അവർ രക്ഷപ്പെട്ടോ അതോ കടലിന്റെ ആഴങ്ങളിൽ മാഞ്ഞുപോയോ? ഈ ദുരൂഹതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇത്തരം നിഗൂഢ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ചരിത്രത്തിന്റെ അടിയൊഴുക്കുമായി നമുക്ക് വീണ്ടും കാണാം.